ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു 2 ഡിസ്ക് സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമുക്ക് 8x1 ഡിസ്ക് സ്വിച്ച് നോക്കാം. അതിന്റെ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാറ്റലൈറ്റ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇന്റൽസാറ്റ് 1766 ഡിഗ്രി ഈസ്റ്റ് LNB4 കണക്ട് ചെയ്തിരിക്കുന്നു. പോർട്ട് നമ്പർ 4. LNB5 പോർട്ട് നമ്പർ 5 ഇന്റൽസാറ്റ് 20 കണക്ട് ചെയ്തിരിക്കുന്നു. LNB7 ഏഷ്യാസാറ്റ് 7 105 ഈസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ റിസീവർ പോർട്ട് എൻഡിൽ നിന്നും നമ്മൾ ഒരു കണക്ഷൻ എടുത്ത് 4x1 ഡിസ്ക് സ്വിച്ചിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. LNB1 പോർട്ട് 1 എന്നുള്ളത് ഡിസ്ക് സ്വിച്ച് 8x1 സ്വിച്ചിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സെൻട്രലായി കാണുന്നത് റിസീവർ എൻഡ് തന്നെയാണ് കാണുന്നത്. 4x1 ഡിസ്ക് സ്വിച്ചിന്റെ റിസീവർ എൻഡ്. LNB3 വരുന്നത് NS6 95 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇത് KU ബാൻഡ് ആണ്. നേരത്തെ 8x1 നമ്മൾ കണ്ടത് C ബാൻഡ് ആയിരുന്നു. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 4x1 കൊടുത്തിരിക്കുന്ന എല്ലാം KU ബാൻഡ് കൊടുത്തിരിക്കുന്നത്. KU ബാൻഡ് C ബാൻഡ് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. റിസീവർ എൻഡിൽ നമ്മൾ ഔട്ട് എടുത്തിട്ട് റിസീവറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിസീവറിലേക്ക് വരുന്ന കണക്ഷൻ 4x1 ഡിസ്ക് സ്വിച്ച് ചെയ്ത് മാത്രമേ വരുന്നതാണ്. അടുത്തതായി നമുക്ക് റിസീവറിൽ എങ്ങനെയാണ് കണക്ഷൻസ് കൊടുക്കുന്നത്, അതായത് ഡിസ്ക് സ്വിച്ച് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നോക്കാം. അത് നമ്മൾ ഇന്റൽസാറ്റ് 17 C ബാൻഡ് നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ കണ്ടത് LNB പോർട്ട് നമ്പർ 4 കണക്ട് ചെയ്തത്. നമുക്കത് സെലക്ട് ചെയ്യാം. LNB പോർട്ട് നമ്പർ 4 സെലക്ട് ചെയ്യാം. അതിനായി ഡിസ്ക് സ്വിച്ച് മോഡ് 1.0 1.1 ആയി കൊടുക്കുക. 1.0 സെലക്ട് ചെയ്താൽ 4 ഡിസ്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് 4x1 ഡിസ്ക് സ്വിച്ച്. അത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 പോർട്ട് വരെ സെലക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഡിസ്ക് 1.0A കൊടുക്കുക. നമ്മൾ പോർട്ട് 4 കൊടുത്തു, അതായത് 8x1 പോർട്ട് നമ്പർ 4. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞു, ക്വാളിറ്റി കാണിച്ചു കഴിഞ്ഞു, 40% കാണിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത ഇന്റൽസാറ്റ് 20 നോക്കാം. 20 C ബാൻഡ് തന്നെയാണ്. നമുക്ക് ഡിസ്ക് മോഡ് 1.0 1.1 സെലക്ട് ചെയ്യാം. ഡിസ്ക് 1.0A തന്നെയാണ് പോർട്ട്. നമുക്ക് പോർട്ട് നമ്പർ 5 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇന്റൽസാറ്റ് 20യുടെ സിഗ്നൽ വന്നു കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ഏഷ്യാസാറ്റ് 7 സെലക്ട് ചെയ്യാം. നമ്മൾ 8x1 കൊടുത്തിരുന്നത് പോർട്ട് നമ്പർ 7 തന്നെയാണ്. ഓക്കെ, പോർട്ട് നമ്പർ 7 സെലക്ട് ചെയ്യാം. ഓക്കെ, സിഗ്നൽ വന്നു കഴിഞ്ഞു. ഓക്കെ, ഏഷ്യാസാറ്റ് 7 നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു പോർട്ട് നമ്പർ 7. ഇനി നമുക്ക് 4x1 ഡിസ്ക് സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത് കൂടെ നോക്കാം. 4x1 ഡിസ്ക് സ്വിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്താൽ മതി, കാരണം അത് നമ്മൾ ഡയറക്റ്റ് റിസീവറിന്റെ എൻഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിസീവറിന്റെ ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് 4x1 ഡിസ്ക് സ്വിച്ചിന്റെ ഔട്ട്പുട്ട്. അതുകൊണ്ട് അത് മാത്രം സെലക്ട് ചെയ്താൽ മതി, നമുക്ക് സിഗ്നൽ കിട്ടും. C പോർട്ട് എന്ന് പറയുന്നത് അതിന്റെ മൂന്നാമത്തെ കണക്ഷൻ ആണ്, മൂന്നാമത്തെ പോർട്ടാണ്. NS6 ആയിരുന്നു അത്, KU ബാൻഡ്. അടുത്തതായി D സെലക്ട് ചെയ്തു. D വന്നത് സൺ ഡയറക്റ്റിന്റെ പൊസിഷനിൽ ഉള്ള സാറ്റലൈറ്റ് ആണ്, മീസാറ്റ്. അതിന്റെ സിഗ്നൽ വന്നിട്ടുണ്ട്. Thank you for watching my video.